സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ. നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം? 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം. കൂടാതെ സൈനാസ് മേക്ക് ഓവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ. ബ്രൈഡൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, ഫാഷൻ മേക്കപ്പ്, എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും, ഹെയർ ട്രീറ്റ്മെന്റ്, സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ്, കൂടാതെ വാക്സ് റിമൂവൽ, സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു. ഫീൽ ദ ഡിഫറൻസ്. സൈനാസ് ബ്യൂട്ടി അക്കാദമി ആൻഡ് സൈനാസ് മേക്ക് ഓവേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. നവകിരണം പദ്ധതി ഭൂമി വിട്ടു നൽകിയിട്ടും പണം ലഭിച്ചില്ല. DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. നവകിരണം പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പിന് ഭൂമി വിട്ടു നൽകി 5 വർഷം പിന്നിട്ടിട്ടും തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ നിലമ്പൂർ നോർത്ത് DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാലിയാർ പഞ്ചായത്തിലെ പന്നിയംകാട്, ചേരിയംകുത്ത്, പൊക്കോട്, വടക്കേ പെരുമുണ്ട, തണ്ണിപ്പൊയിൽ മേഖലകളിലെ 64 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വനം കാര്യാലയത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജനകീയ സമിതി അംഗം TK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അന്ന് റീബിൽഡ് കേരള എന്ന പേരിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന, താല്പര്യമുണ്ടെങ്കിൽ ഒഴിപ്പിക്കുന്ന ആ വനഭൂമി, ആ റിസർവ് അല്ല, റവന്യൂ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരുന്നു സർക്കാർ. അതിന്റെ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു. അവിടെ നിലവിലുള്ള ഡെപ്യൂട്ടി അടക്കം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ സാറടക്കം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതാണ്ട് 1 വർഷത്തോളം ഈ പദ്ധതിക്ക് വേണ്ടി ഫോറസ്റ്റ് വകുപ്പിനോടൊപ്പവും നാട്ടുകാർക്കൊപ്പവും ജീവിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ആ കാട്ടുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഈ പദ്ധതി തുടങ്ങി നിരവധി രേഖകൾ ജനങ്ങൾക്കുണ്ടാക്കാനുണ്ടായിരുന്നു. ഒരുപാട് രേഖകൾ. ഈ രേഖകളെല്ലാം ഉണ്ടാക്കി ഹിയറിംഗിന് വന്നപ്പോൾ, ഫസ്റ്റ് ഹിയറിംഗിന് വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വന്ന തഹസിൽദാർമാരാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വനം വകുപ്പിന്റെ കാര്യത്തിൽ തഹസിൽദാർക്ക് എന്താണ് കാര്യമെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ വനം വകുപ്പിന് 3 സ്ഥാനമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം നീക്കുന്നത് റവന്യൂ വകുപ്പാണ്. പണം ലഭിക്കാത്തതിനാൽ നിലവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണെന്നും വീട് പൊളിച്ചുമാറ്റി വാടക വീടുകളിൽ കഴിയുന്നവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും സമരക്കാർ പറഞ്ഞു. സമരക്കാരുമായി ചർച്ച നടത്തിയ നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ ഫണ്ട് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. വിഷയം നേരിട്ട് ബോധ്യപ്പെടുത്താൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ദാസൻ ശിരള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശൈലജ പറ്റിൽ, ലീല റൈഹാനത്ത്, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. Fashion ranging from ₹19 to ₹999. Atlas Fashion, Perindalmanna, Nilambur, Kadakal. PG Medical Trust Hospital, VK Road, Nilambur.